ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥനം 3ാം ദിവസത്തെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രവർത്തനം 11 നാടകം കളിക്കാം. നീതുവും കൂട്ടുകാരും നാടകം കളിക്കുകയാണ്. അവർ പറയുന്നത് എന്താണ്? ചിത്രങ്ങൾക്ക് നേരെയുള്ള കോളങ്ങളിൽ എഴുതൂ. ഒന്നാമത്തെ ചിത്രത്തിൽ മുയലുമായി കളിക്കുന്നതാണ് കാണുന്നത്, അല്ലേ? എന്താണ് അവർ പറയുന്നത്? ഞാൻ മുയൽ, കാട്ടിലും നാട്ടിലും ഞാനുണ്ട്, സസ്യാഹാരം മാത്രമേ കഴിക്കൂ, കുഞ്ഞുങ്ങളെ പ്രസവിക്കും. രണ്ടാമത്തെ ചിത്രത്തിൽ ആരുമായി കളിക്കുന്നതാണ് കാണുന്നത്? പരുന്താണ്, അല്ലേ? എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഞാൻ പരുന്ത്, കാട്ടിലും നാട്ടിലും ഞാനുണ്ട്, മാംസാഹാരം മാത്രമേ കഴിക്കൂ, മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ ആരുമായി കളിക്കുന്നതാണ് കൂട്ടുകാർ കാണുന്നത്? പൂമ്പാറ്റയുമായാണ്, അല്ലേ? എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഞാൻ പൂമ്പാറ്റ, പൂന്തോപ്പുകളിലും പുൽമേടുകളിലും ഞാനുണ്ട്, പൂമ്പൊടിയും പൂന്തേനും മാത്രമേ കഴിക്കൂ, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? കണ്ടെത്തൂ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കോഴി, തത്ത, പശു, താറാവ്. ആരാണ് കൂട്ടത്തിൽ പെടാത്തത്? പശുവാണ്, അല്ലേ? കൂട്ടത്തിൽ പെടാതിരിക്കാൻ കാരണം എന്താണ്? പശു ഒരു മൃഗമാണ്, മറ്റുള്ളവയെല്ലാം പക്ഷികളാണ്. പ്രവർത്തനം 12 സാധനങ്ങൾ വാങ്ങാം. നാടകം കളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ നീതുവും അതുലും കടയിലെത്തി. കടയിലെ വില വിവര പട്ടിക കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. കടയിലുള്ള സാധനങ്ങളും അവയുടെ വിലകളുമാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണവ? ബലൂണിന്റെ വില എത്രയാണ്? 15 രൂപയാണ്. ക്രയോണിന്റെ വില എത്രയാണ്? 10 രൂപ. മാലയുടെ വിലയോ? 25 രൂപ. വളയുടെ വില എത്രയാണ്? 12 രൂപ. കമ്മലിന്റെ വിലയോ? 20 രൂപ. കളിത്തോക്കിന്റെ വില 28 രൂപ. പാവയുടെ വില എത്രയാണ്? 24 രൂപ. മുഖം മൂടിയുടെ വില 30 രൂപയാണ്. നീതുവിന്റെ കയ്യിൽ 2 10 രൂപ നോട്ടുകളും ഒരു 20 രൂപ നോട്ടും ഉണ്ട്. മുഴുവൻ തുകയും ഉപയോഗിച്ച് അവൾ സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ നീതുവിന്റെ കയ്യിൽ ആകെ എത്ര രൂപയാണുള്ളത്? 2 10 രൂപ നോട്ടുകൾ ചേർന്നാൽ 20 രൂപ. പിന്നെയോ ഒരു 20 രൂപ കൂടിയുണ്ട്. 20ഉം 20ഉം 40 രൂപ. നീതുവിന് വാങ്ങാവുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? നീതുവിന് 40 രൂപ ഉപയോഗിച്ച് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങാം? ഒരു ക്രയോൺ വാങ്ങിക്കാം. അതിന് എത്ര രൂപയാണ്? 10 രൂപയാണ്. ഒരു മുഖം മൂടിയും വാങ്ങിക്കാം. അതിന്റെ വില എത്രയാണ്? 30 രൂപയാണ്. 10ഉം 30ഉം കൂടി ചേർന്നാൽ 40 രൂപയാണ്. ഇനി അതുലിന്റെ കയ്യിൽ 32 രൂപയുണ്ട്. മുഴുവൻ തുകയും ഉപയോഗിച്ച് അവൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിരിക്കും? അതുലിന് 32 രൂപ കൊണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങാൻ സാധിക്കുക? വളയുടെ വില 12 രൂപ. കമ്മലിന്റെ വിലയോ? 20 രൂപ. 12 + 20 32 രൂപ. പ്രവർത്തനം 13 ക്ഷണക്കത്ത്. 2022 ഡിസംബർ 23 ബാലസഭയിൽ നാടകം അവതരിപ്പിക്കാൻ നീതുവും കൂട്ടുകാരും തീരുമാനിച്ചു. ബാലസഭയിൽ പങ്കെടുക്കാൻ കൂട്ടുകാരെ ക്ഷണിക്കാനുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കൂ. ഒരു 2 ദിവസം മുന്നേ നമ്മൾ ക്ഷണക്കത്ത് കൂട്ടുകാർക്ക് നൽകണം. ആ തീയതിയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. 2022 ഡിസംബർ 21 തിങ്കൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2022 ഡിസംബർ 23 നമ്മുടെ സ്കൂളിൽ ബാലസഭ നടക്കുകയാണല്ലോ. വിവിധ ഇനം കലാപരിപാടികളുടെ കൂട്ടത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരും രസകരമായ ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആസ്വദിക്കുവാനും മറ്റു കലാപരിപാടികൾ കാണുവാനും ബാലസഭയിലേക്ക് താങ്കളെ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പ്രതീക്ഷയോടെ നീതുവും കൂട്ടുകാരും. പ്രവർത്തനം 14 കലണ്ടർ. 2023 ഇനി അല്പനാളുകൾ മാത്രം. മീനു ബാലമാസികയിൽ വന്ന് 2023 ജനുവരി മാസത്തെ കലണ്ടർ കണ്ട് അത്ഭുതപ്പെട്ടു. അതിൽ ഒരു തീയതി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒഴിഞ്ഞ കളങ്ങളിലെ തീയതികൾ പൂരിപ്പിക്കൂ. തന്നിരിക്കുന്ന തീയതി ഏത് ദിവസമാണ്? വ്യാഴാഴ്ചയാണ്, അല്ലേ? 5ാം തീയതിയാണ്. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ കലണ്ടറിൽ 1-ാം തീയതി ഏത് ദിവസമാണ് വരേണ്ടത്? ഞായറാഴ്ച 1-ാം തീയതിയാണ്. ഇനി നമ്മൾക്ക് ബാക്കിയുള്ള തീയതികൾ പൂരിപ്പിക്കാമല്ലോ. 1 മുതൽ 31 വരെ നമ്മൾ കലണ്ടറിൽ തീയതികൾ പൂരിപ്പിക്കണം. കലണ്ടറിൽ തീയതികൾ പൂരിപ്പിച്ചത് കൂട്ടുകാർ കണ്ടല്ലോ. ഇതേപോലെയാണ് കലണ്ടർ നമ്മൾ പൂർത്തിയാക്കേണ്ടത്. 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിനം ഏത് ദിവസമാണ്? കൂട്ടുകാർ കലണ്ടറിൽ നോക്കൂ. 26-ാം തീയതി ഏത് ദിവസമാണ് വരുന്നത്? വ്യാഴാഴ്ചയാണ് അല്ലേ? 2023 ജനുവരി മാസം ആകെ എത്ര ഞായറാഴ്ചകളുണ്ട്? കൂട്ടുകാർ കലണ്ടറിൽ നോക്കൂ. എത്ര ഞായറാഴ്ചകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്? 5 ഞായറാഴ്ചകളാണ് ജനുവരി മാസത്തിലെ കലണ്ടറിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഞായറാഴ്ചകൾ വരുന്ന തീയതികൾ ഏതൊക്കെയാണ്? 1, 8, 15, 22, 29. 2023 ഫെബ്രുവരി 1 ഏത് ദിവസമാണ്? കൂട്ടുകാർ കലണ്ടറിൽ നോക്കൂ. 31-ാം തീയതി കഴിഞ്ഞ് അടുത്ത ദിവസമായിരിക്കും ഫെബ്രുവരി 1 ഉണ്ടായിരിക്കുക. അങ്ങനെയാവുമ്പോൾ ബുധനാഴ്ചയാണ് 2023 ഫെബ്രുവരി 1 ഉണ്ടാവുക. All the best for your exam. Merry Christmas and Happy New Year to all. Thanks for watching. If you like this video, please do subscribe and share.